കറുപ്പ നമ്മളെ കറുപ്പേന്റെ ഇലൊക്കെ ഇല്ല. ഹായ് ഹലോ, ഇന്ന് ഞങ്ങൾ ചെറിയൊരു വീഡിയോ വൈകുന്നേരത്തെ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നത്. നല്ല മഴയെല്ലാം വരുന്നുണ്ട് ഗേസ്. നമ്മളിന്ന് വീട്ടിൽ തന്നെ ഉള്ളത് കേട്ടാ. നല്ല മഴക്കാറുമായിട്ട് ഇങ്ങനെ വീട്ടിലുള്ള ഇന്ന് പണിയും കാര്യങ്ങളൊന്നും ഇല്ല കാര്യമായിട്ട്. അപ്പോൾ ഏകദേശം സമയം ഇന്ന് വൈകുന്നേരം 6 മണിയാക്കി. രാവിലെ എടുക്കണമെന്ന് വിചാരിച്ച വീഡിയോ, പക്ഷേ ആ സമയത്തൊന്നും ഞങ്ങളൊന്നും ഫ്രീ ആയിട്ടില്ല. പിന്നെ റീനൊക്കെ അടുക്കളയിൽ ജോലി ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പം സമയം കിട്ടിയ കുട്ടികളൊക്കെ അതാ ഫോണും കൊണ്ട് അവിടെ ഇവിടെ ഒക്കെ തിരിഞ്ഞ് കളിക്കുന്ന. അങ്ങനെ ഇതാ വീട്ടിലുള്ള കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. ഫുള്ള് മഴ പെയ്ത് തുടങ്ങിയത്, ഫുള്ള് പച്ചപ്പും കാര്യങ്ങളൊക്കെ ആക്കി വീട് ചുറ്റും കണ്ടില്ല. ഇതാണ് നമ്മളെ വീടും പരിസരവും വരുന്നത്. നല്ല മഴക്കാർ വരുന്നല്ലേ? ഇരുടാകുന്നല്ല, മഴ വരുന്നല്ല. അപ്പോൾ ഗൈസ് മഴ വരുന്നതാണ്. ഈ വരുന്നോണ്ടായിരിക്കും നാളത്തെ ലീവ് പ്രഖ്യാപിച്ചത്. സ്കൂള് നാളെ ലീവാട്ടാ. നാളെ കോഴിക്കോട് ജില്ലയിലും അതുപോലെ തന്നെ വയനാട് ജില്ലയിലും കണ്ണൂർ ജില്ലയിലും മൂന്ന് കോഴിക്കോട് ജില്ല മാത്രമല്ലല്ലോ, 3 ജില്ല ഉണ്ട്. അങ്ങനെ ഗൈസ് 3 ജില്ലക്ക് നാളെ സ്കൂൾ അവധിയും കൂടെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ഒരു മഴക്കാറ് കാരണം. അറിഞ്ഞിട്ട് ഇതാ ഗൈസ് ഉമ്മ ഇതാ ഗൈസ് കണ്ടാ, ഇതാ ഒരു പ്രേതത്തിനെ പോലെ പിന്നെ മുഖംമൂടിയൊക്കെ ധരിച്ചിട്ടുള്ള തട്ടം മൊത്തത്തിലിട്ടിട്ട് ഗൈസ് ഇങ്ങനെയൊക്കെയാണ് ഉമ്മ ഉള്ളത്. ഇതൊക്കെ നമ്മളെ വീഡിയോന്റെ ഒരു ഇന്നത്തെ താരം ഗൈസ് ഉമ്മയാണ് ഇന്നത്തെ താരം. നിങ്ങൾക്ക് പെട്ടുപോയതാ പോയേക്കാ. ഉമ്മ അതാ ഇവിടെ കാണിച്ചു തരട്ടാ. നല്ല പിന്നെ കൊതുകിന്റെ ശല്യം കൂടി കിട്ടാ മയം കാര്യങ്ങളൊക്കെ വന്നപ്പോ. അപ്പൊ കൊതുകിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് ചെയ്യുന്ന പരിപാടി എന്താ പറയാ, കൊതു വരാതിരിക്കാൻ വേണ്ടിയിട്ട് അടക്കയില്ല, നമ്മളെ ഉണക്ക അടക്ക, കൊട്ടടക്ക എന്ന് പറയും. ആ കൊട്ടടക്കേന്റെ തോല് ഉരിച്ചതിന്റെ തോലുണ്ടല്ലോ, അത് വെച്ചിട്ട് പുകയ്ക്കലാണ് ഇന്നത്തെ പരിപാടി. അടക്ക ഗേസ് കണ്ട, ഇതാണ് നമ്മൾ പുകട്ടാണ്ട ഗേസ്. ഇങ്ങനെ പുകട്ട് കഴിഞ്ഞാല് നമ്മളെ വീടിന്റെ അകത്തേക്കൊന്നും എന്ത് ചെയ്യൂല, കൊതുക് വന്ന് കയറൂല. മറ്റേ കാർബോർഡിന്റെ പീസെല്ലാം വെച്ചിട്ട് പുകയ്ക്കും. അതാവുമ്പോ നല്ലോണം പുക വരും. കത്തിപ്പോവില്ല. ഗേസ് കേട്ടില്ല. അപ്പോ അടക്ക ഇല്ലാത്ത ആൾക്കാർ എന്താ ചെയ്യേണ്ടതെന്നറിയാ, കാർബോർഡ് കട്ടിയുള്ള പേപ്പറിന്റെ പീസുകൾ ഇടുക. ഏറ്റവും നല്ലത് ചെറുങ്ങനെ നനഞ്ഞിട്ടുള്ള കാർബോർഡ് ആയിരിക്കും. ചെറുതായിട്ട് നനഞ്ഞ കാർബോർഡ് ഇട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതിങ്ങനെ ഫുള്ള് പുകഞ്ഞോളൂ, നല്ല പുക വരും, കത്തിപ്പോവില്ല. ഇതറിഞ്ഞ് അങ്ങനെ തന്നെയല്ല ലവ് ബേർഡ്സ്. ഗേസ് നമ്മളിതാ ഇവിടുന്ന് ഇങ്ങനെ സംസാരിക്കുന്നൊക്കെ കേട്ടിട്ട് നമ്മളെ ലവ് ബേർഡ്സ് കണ്ട, നമ്മളെ ലവ് ബേർഡ്സ് ഇതാ ഗേസ് കാണുന്നില്ല. നമ്മളെ ലവ് ബേർഡ്സ് നമ്മളെ നോക്കി ഇങ്ങനെ നിൽക്കുന്നത്, എന്ത് തിന്നാൻ കിട്ടുമെന്നുള്ളത് ഇങ്ങനെ പ്രതീക്ഷിക്കുന്നത്. നമ്മൾ ഇന്ന് അതിന് കൊടുത്തത് ബീട്രൂട്ടും അതുപോലെ തന്നെ അതിൻ്റെ മെയിൻ ഫുഡായിട്ടുള്ള തേനയാണ് കൊടുത്തത്. ബീട്രൂട്ട് ഇടക്ക് കൊടുക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞേക്കാം. പിന്നെ അതുപോലെ തന്നെ തുളസീൻ്റെ ഇല കൊടുക്കൂട്ടാ. തുളസീൻ്റെ ഇല കാണിച്ചേ. ഗേസ് ഇത് കണ്ടാ, തുളസി ഇല ഇത് എത്രത്തോളം തിന്നു എന്നുള്ളത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. അങ്ങനെ ഇതാ റഹീന ഇതാ തുളസി ഇലയും കൊണ്ട് കൂട്ടിൻ്റെ അടുത്തേക്ക് പോയിക്കുക ഗേസ്. അപ്പോൾ ഇതാ നമ്മളിവിടെ വെക്കേണ്ട താമസം ഉണ്ടാവുള്ളൂ. ഇപ്പം വരും, ഓരോരുത്തരായിട്ട് ഇപ്പോൾ ഇറങ്ങി വരും കേട്ടാ. കൂടിൻ്റെ കോല ഇത്, കൂടൊന്ന് ക്ലീൻ ആക്കണല്ലോ നമുക്ക്. അതാരും വരുന്നില്ലല്ലോ, അത് കണ്ടില്ലേ. ആ വെള്ള പ്ലേറ്റിലാണ് ബീട്രൂട്ട്. പിന്നെ അതാ തെന ഫുള്ള് കഴിഞ്ഞുവല്ലോ. തെന ഇല്ലേറ്റാണ് തോന്നുന്നത്. ആ കുട്ടി ഇതാ ഒരു കുട്ടി കിളിയുണ്ട് ഇവിടെ ഇങ്ങനെ കുട്ടി പറന്നൊക്കെ ഇങ്ങനെ കളിക്കുന്നു. പിന്നെ അതാ ഗൈസ് കാണിച്ചു തരുമെന്ന് വിചാരിച്ച ഒരു സംഗതിയാണ്. ഞാൻ മുന്നേ എന്താ പറയുക, ഞാൻ മുമ്പ് ഉപയോഗിച്ച എൻ്റെ സൈക്കിളായത്. ഇപ്പോൾ മഴ പെയ്തിട്ട് ആകെ നാശകോശമായിട്ടുണ്ട് ഗൈസ്. കണ്ട ഏകദേശം തുരുമ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, കാറ്റൊന്നും ഇല്ല കേട്ടാ. ഈ ഒരു സൈക്കിളായിരിക്കും ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ തരും കേട്ടാ. നമുക്കൊന്ന് കമൻറ്റിലിട്ടാൽ. നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നില്ല ഈ സൈക്കിള്. ഗൈസ് ഇതാണ് നമ്മളെ സൈക്കിൾ. ഒരു വണ്ടി ബെല്ല് കംപ്ലൈൻ്റ് ആയിക്ക്, വേറെ പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല. അടിപൊളി സൈക്കിളാണ്. ബെല്ല് അല്ല, ബെല്ല് മാറ്റിക്കോളാം. വലിയ പ്രശ്നമില്ല. ഇപ്പോൾ ഈ സൈക്കിൾ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഗൈസ് ഒന്ന് നമ്മളോട് കമൻറ്റ് ചെയ്താൽ മതി. ആർക്കെങ്കിലും വേണമെങ്കിൽ ഈ സൈക്കിൾ നമ്മൾ ഫ്രീ ആയിട്ട് തരും കേട്ടോ. നമ്മൾ ഒരു വണ്ടി പഴയ ഒരു സൈക്കിളാണ്,
ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ലോക്ക് ഇപ്പോൾ ചാവി ഉള്ളിലുള്ളത്. ചങ്ങായിമാരെ ഇതാ നമ്മളെ പുറകിലാണ് നമ്മൾ ആട്ടും കൂടെ ഇട്ടാ. വീട് കാണിക്കുമ്പോൾ എല്ലാം കാണിക്കണമല്ലോ. അപ്പോൾ നമ്മൾ ആട്ടും കൂടാണ്. കൂട്ടിൽ ആടില്ല. ഇപ്പം കുറച്ചായിക്കാളോ അതിൽ ആടില്ലാണ്ടായിട്ട്. അപ്പോൾ നമുക്ക് ഒരു ആട്ടിനെ വേണം. നല്ല ആടുള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മൾ വന്ന് മേടിക്കുന്നതായിരിക്കും. നമ്മൾ വണ്ടിയായിട്ട് വന്നിട്ട് അവിടെ നിങ്ങളിരുന്ന് നിങ്ങൾ പറയുന്ന വിലക്ക് നമ്മൾ ആട്ടിനെ വാങ്ങിക്കുന്നതായിരിക്കും. ഗേസ് നമ്മളെ കൂടിപ്പം വെറുതെ ഇങ്ങനെ നിൽക്കുന്ന അതിൻ്റെ ഇടയ്ക്ക് ഇതാ നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഗേസ് കണ്ടില്ല, മഴ ചെറുതായിട്ട് മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ വേറെന്താ പറയല്ലേ, അങ്ങനെ ചങ്കളെ നമ്മളെ വീഡിയോയിൽ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് പിന്നെ 6 സംതിങ് ആയിക്കോളൂ. നമ്മൾ 10,000 സബ്സ്ക്രൈബേഴ്സ് ആയാലും നമ്മൾ അടിപൊളി ഒരു ഗിവ് അവേ കൂടെ വെക്കുന്നതായിരിക്കും. എന്താ പറയുന്നത്, കൊടുക്കല്ലേ? നമ്മളെന്നാ മോശമില്ലാത്തൊരു ഗിവ് അവേ കൊടുക്കല്ലേ? ഗിവ് അവേ അല്ല, പിന്നെ നമ്മൾ സമ്മാനമായിട്ടൊരു സംഗതി തരുന്നതായിരിക്കും. അപ്പോൾ നമ്മളെ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പിന്നെ വേറെന്താ പറയാനുള്ളത്, നിങ്ങളുടെ നാട്ടിലൊക്കെ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടോ? എന്താ അഭിപ്രായം? ഒന്ന് പറട്ടാ. മഴയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറ. അപ്പോൾ നമ്മൾ വീടിൻ്റെ പരിസരമൊക്കെ കണ്ടില്ലേ, ഫുള്ള് പച്ചപ്പും കാര്യങ്ങളൊക്കെ നിറഞ്ഞിട്ട് ചെടിയൊക്കെ പൊടിച്ച് കാടായിട്ടുണ്ട് ഗൈസ്. നമ്മളെ ബാക്കിൽ ഈ ഒരു മരം കണ്ടെങ്കിൽ, ഈ ഒരു മരം കണ്ട, ഇതെന്താ മരം എന്നറിയാവാ? ഈ മരം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പേരെന്തേനു? സർവ്വസുഗന്ധി. അതായത് നമ്മളെ ചിക്കൻ കറിയിലും പിന്നെ ബീഫിലും ബിരിയാണിയിലൊക്കെ ഇടാൻ പറ്റിയ ഒരു മസാലേൻ്റെ ഒരു ഇലയാട്ടാ. നമ്മൾ പിന്നെ ഇതിൻ്റെ ഇല ഇടൂല, അത് പിന്നെ ഉണക്കിയിട്ട് പൊടിച്ച് വെച്ചാൽ നല്ലതാണ്. ഉണക്കിയിട്ട് എന്താ പൊടിച്ച് അതിൻ്റെ ഇല ഉണക്കിയിട്ട് പൊടിച്ച് വെച്ചാൽ സൂപ്പർ സാധനം. അതായത് നമ്മൾ മറ്റേ ഇതില്ലേ ഗരം മസാലപ്പൊടിയും പിന്നെ അതുപോലെ തന്നെ മറ്റേ അതിൻ്റെ പേരെന്തേനു, വലിയ ഇലേൻ്റെ മറ്റേ ചപ്പിൻ്റെ പേരെന്തേനു, ആ ഇലയില്ലേ ജുപ്പൊക്കെ മറ്റേ പാട്ടത്തിനെടുക്കുന്ന സംഗതി എന്തേനു, മറ്റേ കറുപ്പ. നമ്മളെ കറുപ്പേന്റെ ഇലയൊക്കെ ഇല്ല, കറുപ്പേന്റെ ഇലയും തോലൊക്കെ അതേപോലെ ജ്യൂസ് അടിച്ചു കുടിക്കും. ജ്യൂസ് അടിച്ചും കുടിക്കൂട്ടാ. പിന്നെ ഗേസ് അപ്പോ നമ്മൾ ചെറുനാരങ്ങയും ഇതിന്റെ ഇലയും കൂടി ജ്യൂസ് അടിച്ചു കുടിച്ചാലും ഭയങ്കര ടേസ്റ്റാ. ചെറുനാരങ്ങ അതിൽ പിയോ അല്ലെങ്കിൽ അപ്പാടന്നെ ഇടുക, ചെറുനാരങ്ങ പിയോ അതിന്റെ ഇല അതിലിടുക, എന്നിട്ട് ജ്യൂസ് അടിക്കുക. ഗേസ് എനിക്കത് പുതിയ അറിവാട്ടാ, എനിക്കറിയില്ലായിരുന്നു. ഇത് അറിയുന്ന പറഞ്ഞ പുതിയൊരു അറിവാണ്. പിന്നെ ഈ ഒരു സാധനം കണ്ടെങ്കിൽ മുഖം കാണിക്കൂല കേട്ടാ വീഡിയോയില്, അങ്ങനെ സംഗതി ഉണ്ട്. പക്ഷെ ഇപ്പുറത്ത് മുടി കാണുന്നുണ്ട് കേട്ടാ, ഇതും കൂടെ ഒന്ന് ക്ലിയർ ആയിക്കളാം. ഓക്കെ, അതിന് പറഞ്ഞോ ഗേസ്, ഇത് എൻ്റെ മമ്മിയാണ് ഗേസ്. ഇതെന്താ സാധനം? കഞ്ഞണ്ണി നീരിറക്കാൻ വേണ്ടിയിട്ടാ. ഗേസ് ഇത് കണ്ടില്ല, കഞ്ഞണ്ണീൻ്റെ ഇലയാണിത്. അപ്പോൾ ഉമ്മാൻ്റെ മുഖം ഉമ്മ കാണിക്കൂല എന്നാ പറഞ്ഞ വീഡിയോയിൽ. അപ്പോൾ കഞ്ഞണ്ണി കാണിച്ചില്ല. അപ്പോൾ കഞ്ഞണ്ണി നീരർത്തിട്ട് തേക്കാൻ വേണ്ടിയിട്ടാണ്. മുടിക്ക് കറുപ്പ് വരും, നരയുണ്ടാവില്ല, താരം വരില്ല, പിന്നെ വേറെന്തേനു നല്ല ഉന്മേഷവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ വേണ്ടിയിട്ടാണ് ഗേസ്. അങ്ങനെ പിന്നെ നമ്മളെ ഗേസ് എന്നെ ആട്ടി ഓടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു ഗേസ്. ഞാൻ എന്താ ചെയ്യേണ്ടേ? അങ്ങനെ ഗേസ് നമ്മളെ ചോട്ട ബാവ ഇവിടെ വന്നിട്ടുണ്ട്. ഇൻഷിയോ ഒരു ടാറ്റ പറ, വീഡിയോയിൽ ടാറ്റ പറ. നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക. നിങ്ങളെ ഫുൾ സപ്പോർട്ട് വേണം. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മളെ വിജയം. അപ്പോൾ നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടാവും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടെ ഇന്ന് നമ്മളെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് ഗേസ്. അപ്പോൾ നിങ്ങളൊക്കെ നമ്മളെ കൂട്ടത്തിലുണ്ടെന്ന് വിചാരിക്കുന്ന പ്രാർത്ഥനയോടെ ടാറ്റ, ബൈ ബൈ.